ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 13. രുദ്രോ ബഹുശിരാ ബിർവിശ്വയോനിശുചിശ്രവ അമൃതശാശ്വതസ്ഥാണു വരാരോഹോ മഹാതപ. രുദ്രോ ബഹുശിരാ ബിഭ്രു വിശ്വയോനി ശുചിശ്രവ അമൃതശാശ്വതസ്ഥാണു വരാരോഹോ മഹാതപ. ഈ ശ്ലോകത്തിൽ 9 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ നാമം രുദ്രഹ. രുദ്രഹ എന്ന് പറഞ്ഞാൽ മഹാദേവനെയാണ് നമുക്കെല്ലാം ഓർമ്മ വരിക. ഇവിടെ മഹാദേവൻ വിഷ്ണുവിൻ്റെ തന്നെ ഒരു ഭാവമാണ്. മഹാവിഷ്ണു തന്നെയാണ് സ്വയം സംഹാരകർത്താവായി ഇരിക്കുമ്പോൾ ആ ആളിനെയാണ് രുദ്രൻ എന്ന് വിളിക്കുന്നത്. അതേ മഹാവിഷ്ണു തന്നെ സൃഷ്ടികർത്താവായി ഇരിക്കുമ്പോൾ ബ്രഹ്മദേവൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയും സംഹാരവും സ്ഥിതിയും ചെയ്യുന്നത് എന്ന് സാരം. അപ്പം 3 രൂപങ്ങളെ ഭഗവാൻ ധരിച്ചിരിക്കുന്നു 3 കാര്യങ്ങൾക്ക് വേണ്ടി. വാസ്തവത്തിൽ 3ഉം ഒന്നു തന്നെ. ഈ ഒരു ഒന്നാണെന്ന് മനസ്സിലാക്കുവാൻ ശ്രീമദ് ഭാഗവതത്തില് ദക്ഷയാഗം കഥകളിലൂടെ നമ്മൾക്ക് ഈ ദക്ഷന് വന്ന ഭേദഭാവ മാറ്റങ്ങൾ ഈ കഥയിലൂടെ അറിയാൻ സാധിക്കും. ദക്ഷൻ ഭേദബുദ്ധിയോടുകൂടി പെരുമാറിക്കൊണ്ട് മഹാദേവനെ മോശക്കാരനാക്കി സംസാരിക്കുകയും വിഷ്ണുവിനെ തൻ്റെ ഇഷ്ടദേവനായിട്ടും ബ്രഹ്മദേവനെ തൻ്റെ അച്ഛനായിട്ടും കണക്കാക്കിക്കൊണ്ട് അവിടെ ദക്ഷൻ വിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും ബഹുമാനിക്കുകയും പക്ഷേ രുദ്രനെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സദസ്സിൽ ഒരുപാട് പരിഹാസങ്ങൾ രുദ്രൻ ദക്ഷനിൽ നിന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ ദക്ഷൻ രുദ്രനോട് ശത്രുത വന്നു ചേർന്നിട്ട് ആ രുദ്രനെ മനഃപൂർവ്വം അപമാനിക്കുവാൻ വേണ്ടി ദക്ഷൻ ഒരു യാഗം നടത്തുന്നുണ്ട്. അപ്പം ആ യാഗത്തിൽ ശിവനെ വിളിക്കുന്നില്ല, മറ്റു ദേവന്മാരെ എല്ലാം വിളിക്കുന്നുണ്ട്. എന്നാൽ ശിവന്റെ പത്നിയായ ദക്ഷന്റെ മകളായ സതീദേവി ആ യാഗത്തിൽ പങ്കെടുക്കുവാൻ വരികയും ആരും സതീദേവിയെ സ്വീകരിക്കാഞ്ഞപ്പോൾ അവിടെ സതീദേവി ദേഹത്യാഗം ചെയ്തപ്പോൾ രുദ്രൻ ആ യാഗത്തിൽ കോപിഷ്ഠനായിത്തീരുകയും അങ്ങനെ തൻ്റെ ജടയിൽ നിന്ന് വീരഭദ്രസ്വാമിയെ സൃഷ്ടിക്കുകയും രുദ്രൻ്റെ അംശമായ വീരഭദ്രൻ ദക്ഷന്റെ യാഗം തകർക്കുകയും ഒടുവിൽ ദക്ഷനെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അതേ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ദക്ഷൻ പുനർജീവിക്കുകയും പക്ഷെ തല മനുഷ്യൻ്റെ അല്ല ആടിൻ്റെ തല ചേർത്ത് വെച്ച് ആണ് ജീവിപ്പിച്ചത്. അങ്ങനെ പിന്നീട് വീണ്ടും വിഘ്നം വന്ന ഈ യജ്ഞം പൂർത്തീകരിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട്
ഹോമം സമർപ്പിച്ച സമയത്ത് ഭഗവാൻ വിഷ്ണു അവിടെ ഗരുഡവാഹനായിട്ട് വരികയും ദക്ഷനോട് പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന രുദ്രനും ഈ ബ്രഹ്മദേവനും ഞാനും തമ്മിൽ വാസ്തവത്തിൽ ഒരു ഭേദവുമില്ല. മാത്രമല്ല ഈ ജഗത്തിലെ ഒരു വസ്തുവായിട്ടും എനിക്ക് ഭേദമില്ല. ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്. എൻ്റെ തന്നെ വിശേഷ ഭാവമായ ആ രുദ്രനോട് അങ്ങ് പെരുമാറിയത് അങ്ങയുടെ അജ്ഞാനം കൊണ്ടാണ്. അപ്പം എൻ്റെ തന്നെ അംശമാണ് ആ രുദ്രൻ, എൻ്റെ തന്നെ ഭാവമാണ് ആ രുദ്രൻ എന്ന് വ്യക്തമായിട്ട് ഭഗവാൻ ദക്ഷനോട് പറയുന്നുണ്ട്. അവിടെ ദക്ഷന് വേണ്ട തരത്തിലുള്ള ധർമ്മോപദേശമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അജ്ഞാനത്തെ മാറ്റി കഥയാണ് ദക്ഷയാഗം. അത് ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ വിസ്തരിച്ച് അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഞാനും രുദ്രനും ബ്രഹ്മദേവനും ഒന്നാണ്. അപ്പോൾ രുദ്രൻ മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് നാമം രുദ്രഹ എന്ന്. ഇനി മറ്റൊരർത്ഥം പറയുന്നുണ്ട് ആചാര്യ ഭഗവത്പാദർ രുദ്രന്. സംഹാരകാലേ പ്രജാഹ സംഹരൻ രോദയതി രുദ്രഹ എന്ന്. രോദയതി എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കുന്നു. അപ്പം ആരെ എപ്പോൾ കരയിപ്പിക്കുന്നു? സംഹാരകാലേ, പ്രളയകാലത്ത്. പ്രജാഹ സംഹരന്, പ്രജകളെയെല്ലാം സംഹരിച്ച് രോദയതി എല്ലാവരും കരയുന്നു. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ഭൂമിയിൽ സ്ഥിരമായിട്ടിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും നാശം സംഭവിക്കുന്നു. നിത്യം ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഒരു സംഹാരമാണ്. അപ്പൊ അവസാനം പ്രളയകാലത്തും സംഹാരം ചെയ്യുന്നു. അപ്പോഴും പ്രജകൾ കരയുന്നു. അപ്പൊ ഈ ലോകം വിട്ടുപോകാനുള്ള അവരുടെ അജ്ഞാനം കൊണ്ട് അവർ കരയുന്നു. അങ്ങനെ പ്രളയകാലത്ത് കരയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് രുദ്രൻ എന്ന നാമം. രുദം എന്നാൽ സങ്കടം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ദുഃഖത്തെ കൊടുക്കുന്നവൻ രുദ്രൻ. എങ്ങനെയാണ് ഭഗവാൻ ദുഃഖത്തെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഓരോരുത്തരും ചെയ്യുന്ന അവരവരുടെ പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് അവർക്ക് ദുഃഖത്തെ കൊടുക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ പാപത്തെ ഇല്ലാതാക്കണം. അപ്പം പാപം കൂടുമ്പോൾ നമുക്ക് ദുഃഖം കൂടുന്നു എന്ന് സാരം. ഇനി അടുത്തത് ബഹുശിരാഹ. ആർക്കാണോ അനേകം ശിരസ്സുള്ളത് അവനെയാണ് ബഹുശിരസ് എന്ന് പറയുന്നത്. ഇവിടെ അർത്ഥം പറയുന്നു, ബഹൂനി ശിരാംസി യസ്യ ഇതി ബഹുശിരഃ. ബഹൂനി ശിരാംസി, അനേക ശിരസ്സുകൾ, യസ്യ ആർക്കുണ്ടോ അവൻ ബഹുശിരസ്. ഇപ്പൊ പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട് സഹസ്രശീർഷ പുരുഷഃ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ സഹസ്രശീർഷ പുരുഷ എന്ന് പറഞ്ഞാൽ ആ വിരാട് പുരുഷൻ ആയിരക്കണക്കിന് ശിരസ്സുള്ളവനാണ്. അപ്പൊ സഹസ്രം എന്നതിലൂടെ കൃത്യം 1000 എന്നുള്ള അർത്ഥമല്ല, അനേകം എന്നുള്ള അർത്ഥമാണ് നാം അവിടെ എടുക്കേണ്ടത്. അപ്പൊ ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങളുടെയും ശിരസ് ഭഗവാന്റെയാണ്. അപ്പൊ ശരീരമുണ്ടെങ്കിൽ ശിരസ്സുണ്ടാവണം. അപ്പൊ ശരീരത്തിൻ്റെ പ്രധാനമായ അവയവത്തിലാണ്, ആ പ്രധാനമായ അവയവത്തിനെയാണ് ഉത്തമാംഗം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ജന്തുക്കൾക്കും
ശിരസ്സുണ്ട്. അതാരുടെ ശിരസ്സാണ്? വിരാട് പുരുഷന്റെ. അപ്പോൾ ഏത് ജന്തുവിനെ കണ്ടാലും അത് വിഷ്ണുവാണെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് സാരം. അപ്പം അതുകൊണ്ട് ഭഗവാനെ ബഹുശിരാഹ എന്ന നാമം. ഇനി അടുത്തത് ബഭ്രുഹു. ബിഭർത്തി ലോകാൻ ഇതി ബഭ്രുഹു. ലോകങ്ങളെ ഭരിക്കുന്നവൻ. അപ്പൊ വരാഹരൂപത്തിൽ ഭഗവാൻ ഭൂമിയെ വഹിക്കുന്നു, കൂർമ്മരൂപത്തിൽ ഭഗവാൻ ലോകങ്ങളെ ധരിക്കുന്നു, അനന്തനായിട്ട് ആദിശേഷനായിട്ട് ഭഗവാൻ തൻ്റെ ശിരസിൽ ലോകങ്ങളെ ധരിച്ചിരിക്കുന്നു. അപ്പം മഹാവിഷ്ണുവിൻ്റെ അംശം തന്നെയാണ് ഈ ആദിശേഷൻ. എല്ലാ തരത്തിലും ഈ ലോകങ്ങളെ നിലനിർത്തുന്നവൻ. എങ്ങനെയാണോ ആ സ്വർണ്ണമാഭരണത്തിൽ ഇരിക്കുന്നത്, ആ സ്വർണം ആഭരണത്തിൽ വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചമാകാരമായി മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതിനാൽ ഭഗവാന് നാമം ബഭ്രുഹു. ഇനി അടുത്തത് വിശ്വയോനി. വിശ്വത് കാരണത്വാത് വിശ്വയോനി. ഭഗവാനാണ് ഈ വിശ്വത്തിൻ്റെ കാരണം. യോനി എന്നാൽ ഗർഭപാത്രം എന്നർത്ഥം. അപ്പൊ എവിടെ നിന്നാണോ പുറത്തേക്ക് ഈ പുറത്തേക്ക് ഈ പാത്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്നത്, പുറത്തേക്ക് ആ യോനി എന്ന് പറയുന്ന ഭാഗത്തിൽ കൂടി വരുന്നത്. അപ്പം ഭഗവാന് വിശ്വത്തിൻ്റെ മുഴുവനും യോനി എന്ന് സാരം. ഇവിടെ ആ ഉത്ഭവസ്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രഭവസ്ഥാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം മെറ്റീരിയൽസിനെയാണ് സംസ്കൃതത്തിൽ പറയുന്നത് ഉപാദാന കാരണം എന്ന് പറയുന്നത്. നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കോസ്. അപ്പം ഇതിൻ്റെ പുറകിലുള്ള ആ ബുദ്ധി, അതിനെയാണ് ഇവിടെ നിമിത്ത കാരണമായി പറയുന്നത്. അപ്പൊ ഉപാദാന കാരണമെന്ന് പറഞ്ഞാൽ സർവവ്യാപിയായ ഭഗവാൻ തന്നെയാണ്. ഇനി അടുത്തത് ശുചിശ്രവ. ഇവിടെ സകാരാന്ത ശബ്ദത്തിലാണ്, പുല്ലിംഗ ശബ്ദത്തിലാണ് ശുചിശ്രവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശുചി എന്ന് വെച്ചാൽ കീർത്തി എന്നർത്ഥം. ശുചിശ്രവ കീർത്തി എന്നർത്ഥം. ശുചീനി എന്നാൽ ശുദ്ധമായത്. സ്രവാംശി കീർത്തികൾ. അപ്പം ശുചീനി സ്രവാംശി നാമാനി ശ്രവണാനി യസ്യ ഇത് ശുചിശ്രവ. അപ്പൊ ശുചീനി എന്ന് വെച്ചാൽ ശുദ്ധമായത്, ശ്രവാംശി എന്ന് വെച്ചാൽ കീർത്തികൾ, നാമാനി എന്ന് വെച്ചാൽ നാമങ്ങൾ, ശ്രവണാനി യസ്യ കേൾക്കേണ്ടതാണ് ഭഗവാന്റെ നാമങ്ങൾ. അപ്പൊ ഏത് ഒരു നാമമാണോ ഭഗവാന്റെ യശസ്സിൻ്റെ നാമങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോഴും നമ്മൾ കീർത്തിക്കുമ്പോഴും നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നർത്ഥം. വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ ആദ്യ ആ ഭാഗത്ത് പറയുന്നുണ്ട്, യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്, ഭഗവാന്റെ നാമം സ്മരിക്കുമ്പോഴേ കേൾക്കുമ്പോഴേ ആ ഉള്ളിലെ ആ വർദ്ധിച്ച ആ ദോഷങ്ങളെല്ലാം മാറി നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. അപ്പം നമ്മുടെ അഹങ്കാരമെല്ലാം
ശമിക്കുകയും ഇതൊക്കെ കേൾക്കുമ്പോൾ ശുദ്ധീകരണമുണ്ടായി ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു സഞ്ചാരം നമുക്ക് പ്രാപ്തമാകുമെന്ന് സാരം. ഇനി അടുത്തത് അമൃതഃ. മൃതിയില്ലാത്തവൻ അമൃതൻ. ന വിദ്യതേ മൃതം മരണം അസ്യ വിദ്യ അമൃതഃ. ന വിദ്യതേ മൃതം, അവന് മരണമില്ലാത്തത് കൊണ്ട് അവൻ അമൃതൻ. ഇനി അതിന് മറ്റൊരർത്ഥം കൂടി പറയുന്നുണ്ട്. അജരോ അമര ഇതി ശ്രുതേ. അപ്പൊ വേദത്തിൽ ഈ ഭഗവാനെക്കുറിച്ച്, ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അമരഹ അജരഹ. അജരഹ എന്ന് വെച്ചാൽ ജര ബാധിക്കില്ല. ജര എന്നാൽ ക്ഷയം എന്നർത്ഥം, നാശം എന്നർത്ഥം. ഇപ്പൊ ശരീരത്തില് വാർദ്ധക്യകാലത്തുണ്ടാകുന്ന ക്ഷയമാണ് ജര. നമ്മൾ പറയത്തില്ലേ ജരാനരകൾ ബാധിച്ചു എന്ന്. അപ്പൊ തലയിലെ രോമങ്ങളൊക്കെ നരയ്ക്കാൻ തുടങ്ങും. അത് നമ്മുടെ വാർദ്ധക്യത്തെ കാണിക്കുന്നതാണ്. അപ്പൊ ശരീരം ജീർണിക്കും. ജീർണിക്കുന്നതിനെ ആണ് ജര എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെ ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു വരുമെന്ന് സാരം. അപ്പൊ വാർദ്ധക്യകാലത്താണ് ഈ ജീർണത. അമരഹ എന്നാൽ മരണമില്ല എന്ന് സാരം. അപ്പൊ യാതൊരു പരിണാമങ്ങളും ക്ഷയവും ഉണ്ടാകുന്നില്ല. ആർക്ക്? ഭഗവാന്. മനുഷ്യന് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഭഗവാന് മരണവുമില്ല, ജനനവുമില്ല, എന്നും ഉള്ളത് തന്നെ. ഇനി അടുത്തതും അതുപോലെ തന്നെ ഉള്ള അതിന് സമാനമായ ഒരു നാമമാണ് ശാശ്വതസ്ഥാണുഹു. ഇത് ഒറ്റപ്പദമാണ്, രണ്ടും കൂടി ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ശാശ്വതസ്ഥാണുഹു. ശാശ്വതച്ച അസൗ സ്ഥാണുച്ച ഇത് ശാശ്വത. ഭഗവാൻ ശാശ്വതമാണ്, സ്ഥാണുവാണ്. ശാശ്വതം എന്നാൽ എല്ലാ എപ്പോഴും ഒരുപോലെ ഉള്ളവൻ. അതായത് ഈ മൂന്ന് കാലത്തും ഭഗവാൻ സ്ഥിരമായിട്ട് നിൽക്കുന്നവൻ. അപ്പം നമ്മളുടെ എല്ലാം ഉള്ളിലുള്ള ആത്മസ്വരൂപമായിട്ടിരിക്കുമ്പോഴും ഭഗവാൻ ശാശ്വതനാണ്. സത്യത്തിൽ നമ്മൾ അറിയുന്നില്ല, അജ്ഞാനം കൊണ്ട്. അതുപോലെ ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ന ജായതേ മ്രിയതേ വാ കഥാചിത് ന്യായം ഭൂത്വാ ഭവിത്വാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്ന് പറയുന്നുണ്ട്. ആത്മാവിനെ കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് സമാനമായ ഇത് തന്നെ എടുത്തു കോട്ട് ചെയ്തിട്ടുള്ള മന്ത്രങ്ങളാണ് കഠോപനിഷത്തിലും കിടക്കുന്നത്. അപ്പം ഇവിടെ ആത്മാവ് നശിക്കുന്നില്ല, ആത്മാവ് ജനിക്കുന്നില്ല, അതിന് ഒരിക്കലും നാശമില്ല. ഇവിടെ ഭൂയക എന്ന് പറയുന്നുണ്ട് അല്ലേ? ഭൂയക എന്ന് പറഞ്ഞാൽ ന ജായതേ മ്രിയതാ വാ
കഥാചിത് ന്യായം ഭൂത്വാ ഭവിത വ ന ഭൂയഃ. ഭൂത്വ എന്ന് വെച്ചാൽ ഒരിക്കൽ ഉണ്ടായിട്ട്, ഭൂയക എന്ന് വെച്ചാൽ പിന്നെ ഉള്ളതായിട്ട്, ന ഭവിത അങ്ങനെ ഉണ്ടായതല്ല ആത്മാവെന്ന് സാരം. അപ്പൊ ശരീരത്തെ തന്നെയാണ് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടായി, അത് വളർന്ന്, അത് പോഷണം ചെയ്ത്, അത് പോഷിച്ച് പരിപാലിച്ച് പിന്നീട് ക്ഷീണിച്ച് ഇല്ലാതെയാകുന്നു. എന്നാൽ ആത്മാവ് ഒരിക്കലും ഉണ്ടായി പിന്നീട് ഇല്ലാതാകുന്നതല്ല. ശരീരത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെയല്ല എന്ന് സാരം. അയം ഈ ആത്മാവ് എന്താണ്? അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അജഹ ജനനമില്ലാത്തവനാണ്. ഭഗവാൻ ഒരേ കാര്യം തന്നെ പല വാക്കുകളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ബുദ്ധിയിൽ ഇതെല്ലാം ഉറച്ചു കിട്ടണമെങ്കിൽ ഒരു തവണ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ലെന്ന് ഭഗവാന് നന്നായിട്ടറിയാം. അപ്പൊ കേൾക്കുമ്പോൾ തോന്നും ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞതെന്ന്. പല രീതിയിൽ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മാർഗമെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ പതിയട്ടെന്ന് വിചാരിച്ച് വിവിധ രൂപത്തിൽ ഭഗവാൻ ഒരേ കാര്യം പല രീതിയിൽ പറയുന്നു. അതാണ് ഇവിടെ നിത്യഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് നിത്യനാണ്, ശാശ്വതനാണ്, ഒരിക്കലും മാറ്റമില്ലാത്തവനാണ്, ഒരു ക്ഷയവും സംഭവിക്കാത്തവനാണ്. ശാശ്വതോയം പുരാണഃ. പുരാണമെന്നാൽ ആദ്യമേ ഉള്ളത് എന്നർത്ഥം. അതായത് ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളതാണ് ഈ ആത്മാവ്. പിന്നെന്താണ്? ശരീരേ ഹന്യമാനേ. ഈ ശരീരം കൊല്ലപ്പെട്ടാലും നശിച്ചാലും, കാരണം ശരീരം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശരീരമില്ലാതെയാകുന്നു. എന്നാൽ ശരീരം നശിക്കപ്പെട്ടാലും ശരീരേ ഹന്യമാനേ ന ഹന്യതേ. ന ഹന്യതേ, അത് നശിക്കുന്നില്ല. ആത്മാവാണ് ആദ്യം ഉണ്ടാകുന്നത്. ശരീരം നശിക്കുന്നു, എന്നാൽ നമ്മുടെ ആത്മാവ് നശിക്കുന്നില്ല. അപ്പൊ ആത്മാവിൽ ഉണ്ടായി മറയുന്ന ഒരു ഉണ്ടായി മറയുന്നതാണ് ഈ ശരീരമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരം നശിച്ചാലും ശരീരം ഏതിലാണോ ഉണ്ടായത് ആ ആത്മാവ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല. കാരണം ആത്മാവ് ഒരിക്കലും ജനിച്ചവനല്ല, അത് കൊണ്ട് അത് മരിക്കുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ശാശ്വതനാണ്, അതോടൊപ്പം സ്ഥാണുവുമാണ്. സ്ഥാണു എന്ന് വെച്ചാൽ ഇളകാത്തതെന്നർത്ഥം. അപ്പൊ തൂണുപോലെ നിൽക്കുന്നവൻ, സ്ഥിരമായിട്ട് നിൽക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാന് ശാശ്വതഃ സ്ഥാണുഹു. ഇനി അടുത്തത് വരാരോഹോ. വരമായ ആരോഹത്തോടു കൂടിയവൻ. വരം ആരോഹണം യസ്മിൻ ഇതി വരാരോഹഃ. ഏതൊന്നിൽ ആരോഹണം ചെയ്താലാണോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടിരിക്കുന്നത് അതിനെയാണ് വരാരോഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് മഹാതപഃ. മഹാതപഃ എന്ന് പറഞ്ഞാൽ യസ്യ ജ്ഞാനമയം തപ. ഇത് തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നതാണ്. ഈശ്വരന്റെ തപസ് അഥവാ ജ്ഞാനം. നമ്മൾ ഏതുതരം തപസ് ചെയ്താലും അതെല്ലാം ജ്ഞാനം ആർജിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ സൃഷ്ടിയെ സംബന്ധിച്ച് ഭഗവാൻ ആദ്യം തപസ് ചെയ്തിട്ടാണ് സൃഷ്ടിച്ചത്.
തപസ്സെന്ന് വെച്ചാൽ ആലോചനം എന്നർത്ഥം. ഇവിടെ തപസ് എന്ന ധാതുവിനെ ആണ് ഇവിടെ തപ ആലോചനേ എന്നെടുത്തിരിക്കുന്നത്. അപ്പം ചിന്തിക്കലാണ് തപസ്. ഋഷിമാരുടെ തപസ് വിചിന്തനമാണെന്ന് സാരം. അല്ലാതെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നതോ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് തപസ് ചെയ്യുന്നതോ അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി വിചിന്തനം ചെയ്യുക, ആലോചിക്കുക, അതിനെയാണ് തപസ് എന്ന് പറയുന്നത്. മഹാതപഃ എന്നാൽ ആരാണോ വലിയ അറിവുള്ളവൻ അവൻ മഹാതപഃ. അപ്പൊ സൃഷ്ടിയെ സംബന്ധിച്ച് മഹത്തായ ജ്ഞാനമുള്ളവനാണ് ഭഗവാൻ എന്ന് സാരം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 14. സർവഗ സർവവിദ്ഭാനു വിശ്വസേനോ ജനാർദ്ദന വേദോ വേദവിദവ്യാങ്കോ വേദാംഗോ വേദവിത് കവി. സർവഗ സർവവിദ്ഭാനു വിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യാങ്കോ വേദാംഗോ വേദവിത് കവി. ഈ ശ്ലോകത്തിൽ 10 നാമങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ നാമമാണ് സർവഹ. സർവഹ എന്നാൽ സർവത്ര ഗച്ഛതി ഇതി സർവഹ. സർവത്ര എല്ലായിടത്തും, ഗച്ഛതി, ഗച്ഛതി എന്ന് വെച്ചാൽ വ്യാപിക്കുന്നു. ഇതി സർവഹ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. എന്തുകൊണ്ടാണ് സർവഹ എന്ന നാമം വന്നത്? ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുന്നു, കാരണത്വാത് വ്യാപ്തത്വാത് സർവത്ര. എല്ലായിടത്തും കാരണഭാവത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് സർവത്ര. ഉദാഹരണത്തിന്, എങ്ങനെയാണോ സ്വർണമാഭരണത്തില് സ്വർണം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്, പല രീതിയിൽ നമ്മൾ സ്വർണത്തെ ആഭരണമാക്കി ധരിക്കുന്നുണ്ട്. ആ ആഭരണത്തിന് പല പേരുകളാണ് നാം പറയുന്നത്. പക്ഷേ ആ ആഭരണത്തിൽ അടങ്ങിയിരിക്കുന്ന കാരണത്വം ഏതാണ്? സ്വർണം. അപ്പം അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സർവത്ര ഗച്ഛതി. ഭഗവാൻ എല്ലായിടത്തും വ്യാപിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് സർവഹ എന്ന നാമം. അടുത്തത് സർവവിത് ഭാനുഹു. അതിനർത്ഥം പറയുന്നത് സർവം വേത്തി, എല്ലാം അറിയുന്നവൻ. ഭാനു എന്നാൽ പ്രകാശിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ സർവം വേത്തി വിദന്തി ഇതി വാ സർവവിത്. എല്ലാത്തിനെയും അറിയുന്നു, എല്ലാത്തിനെയും പ്രാപിക്കുന്നു. അപ്പൊ വേത്തി എന്ന ക്രിയ അറിയുന്നു, വിന്ദതേ എന്ന ക്രിയ പ്രാപിക്കുന്നു എന്നർത്ഥം. ഭാതി എന്നാൽ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ നാമം സർവവിത് ഭാനുഹു. എല്ലാത്തിനെയും അറിയുന്നവനും അതിനെ പ്രകാശിപ്പിക്കുന്നതും അതിനെ പ്രാപിക്കുന്നതും ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് സർവവിത് ഭാനു. ഇവിടെ ഭാനുഹു എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനിയാണ് സർവജ്ഞൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ
സർവത്തെയും ബ്രഹ്മമായി അറിയുന്നത് സർവജ്ഞഃ. കേൾക്കുമ്പോൾ വിചാരിക്കും ഒരേ പദമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. ഇവിടെ സർവവിത്ത് എന്ന നാമം എല്ലാം അറിയുന്നവൻ, ഓരോ ലോകത്തുള്ള വിവിധ പദാർത്ഥങ്ങളെയും വെവ്വേറെ അറിയുന്നവൻ. അതാണ് ഈശ്വരന്റെ മഹത്വം. എന്നാൽ സാധാരണ ജീവന്മാർക്ക് ആത്മജ്ഞാനികളായാലും ലോകത്തുള്ള സർവ വിഷയത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. നമ്മളെപ്പോലൊക്കെ ഉള്ളവർക്കൊന്നും സർവ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ സാധിച്ചിട്ടില്ല. നമ്മളൊക്കെ LKG സ്റ്റുഡൻ്റാണ് ആത്മീയതയിൽ. അപ്പം അതിൽ കൂടി നമ്മളൊക്കെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ. ഈശ്വരനോ സർവ വിത്താണ്. ഈ ലോകം നിർമ്മിച്ചത് തന്നെ ഭഗവാനാണ്. അതാണ് ഭാനുഹു എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് വിശ്വക്സേന. വിശ്വക്സേന എന്ന് പറഞ്ഞാല് വിശ്വത് എന്ന് പറഞ്ഞാല് സർവത്ര എന്നാണ് അർത്ഥം. ചുറ്റുപാടും എന്നർത്ഥം. സർവത്ര ചുറ്റുപാടും എന്നാണ്. അപ്പൊ ആരാണ് ആരാലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്? വിശ്വക് അഞ്ജതി സേന അസ്യ ഇതി വിശ്വസേനഃ എന്നാണ് ആചാര്യ ഭഗവത്പാദർ പറയുന്നത്. ആരുടെ ചുറ്റുമാണോ സേനകൾ നിരന്ന് ഇരിക്കുന്നത് അവൻ വിശ്വക്സേനൻ. അപ്പൊ ഏതൊരു ഭഗവാനാണോ എല്ലാ ഭാഗത്തേക്കും ശക്തി കൊടുക്കുന്നത്, ഭഗവാന്റെ ചുറ്റും അസുര സൈന്യം വന്ന് നിൽക്കുമ്പോൾ ഭഗവാൻ അട്ടഹസിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ഭാഗത്തേക്കും പാഞ്ഞു പോകും. അങ്ങനെ എല്ലാ സൈന്യത്തോടു കൂടി പാഞ്ഞു പോകുന്നവൻ വിശ്വക്സേനൻ. അപ്പൊ ഏതൊരു ഭഗവാനാണോ എല്ലാ ഭാഗത്തും തൻ്റെ ശക്തി എന്നിട്ട് ഇവിടെ സേന, അപ്പം സ്വന്തം ആജ്ഞാശക്തിയാണ് വ്യാപിച്ചിരിക്കുന്നത് ഭഗവാന്റെ. അതുകൊണ്ട് ഭഗവാന് വിശ്വസേനൻ. അതായത് ഭഗവാന്റെ ആജ്ഞാശക്തി ഏത് രൂപത്തിലാണ്? ഈ ദിക്പാലകന്മാരുടെ രൂപത്തിൽ, ആദി ദൈവികമായിട്ടുള്ള ദേവതകളായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് ഇന്ദ്രനായും അഗ്നിയായും വായുവായും യമനായും വരുണനായും കുബേരനായും ഈശാനനായും നിരുതിയായും ഒക്കെയാണ് അവരെയാണ് ഈ അഷ്ടദിക്പാലകന്മാരായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഭഗവാന്റെ സൈന്യം തന്നെയാണ് ഇവരെല്ലാം എന്ന് സാരം. അപ്പൊ ഭഗവാന്റെ ആജ്ഞാശക്തി ഈ രൂപത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. ഭഗവാൻ തന്നെയാണ് ഇന്ദ്രരൂപത്തിലും ഈ വായു രൂപത്തിലും യമന്റെ രൂപത്തിലും അഗ്നിയുടെ രൂപത്തിലും ഒക്കെ ഇരിക്കുന്നതെന്ന് സാരം. അപ്പൊ അതെല്ലാം ഭഗവാന്റെ സേനയാണ്. അതിനെയാണ് ഇവിടെ ആജ്ഞാശക്തി, ചുറ്റുപാടും സൈന്യങ്ങളോട് കൂടിയവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം വിശ്വത്തിൽ മാത്രമല്ല നമ്മുടെ ഓരോരോ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ദേവതകൾ തന്നെയാണ്. അപ്പൊ കണ്ണ് കാണാനും കാത് കേൾക്കാനും നാവ് സംസാരിക്കാനും തൊക്കുകൊണ്ട് സ്പർശനം അറിയുവാനും ഒക്കെ ഈ ദേവകൾ നമ്മുടെ ശരീരത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാന് നാമം വിശ്വക്സേന. ഇനി അടുത്തത് ജനാർദ്ദനഃ.
അതിൻ്റെ അർത്ഥം പറയുന്നത് ജനാൻ ദുർജനാൻ അർത്ഥയതി ഇതി വാചാ ജനാർദ്ദന. ജനാൻ ദുർജനാൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടജനങ്ങളെ അർത്ഥയതി ഹിംസിക്കുന്നു, ശിക്ഷിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഇവിടെ അർത്ഥ എന്ന ധാതുവിന് ഹിനസ്ത എന്നാണ് അർത്ഥം, ഹിംസിക്കുന്നു. ഭഗവാൻ കർമ്മഫലദാതാവാണ്. അപ്പൊ ജഗദീശ്വരൻ ഈ ലോകത്ത് മുഴുവൻ നിയന്ത്രിച്ച് അവരവരുടെ കർമ്മഫലങ്ങൾ നൽകിക്കൊണ്ട് ആ കർമ്മഫലദാത എന്നും ഭഗവാന് സ്ഥാനമുണ്ട്. അപ്പൊ ഭഗവാന്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ പുണ്യകർമ്മം ചെയ്യുന്നു, ഭഗവാന്റെ നിയമങ്ങളെ ലംഘിക്കുന്നവർ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഭഗവാന്റെ നിയമങ്ങളെ ആ പാപകർമ്മങ്ങളെയാണ് ഇവിടെ ദുർജനാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന ആ പാപകർമ്മങ്ങളെ ആണ് ദുർജനാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അവർക്ക് ദുഃഖങ്ങൾ കൂടുതലായി കൊടുക്കും, ചിലപ്പോൾ അവരെ നശിപ്പിക്കും, ചിലപ്പോൾ അവർക്ക് ശിക്ഷ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ പീഡിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന് ജനാർദ്ദനൻ എന്ന നാമം. ഇനി അടുത്തത് വേദഃ. വേദരൂപത്വാത് വേദഃ. ഇവിടെ ഭഗവാൻ തന്നെയാണ് വേദരൂപത്തിൽ ഇരിക്കുന്നതെന്ന് സാരം. അതുകൊണ്ട് ഭഗവാനെ വേദമെന്ന് വിളിക്കുന്നു. അപ്പൊ വേദങ്ങൾ ഭഗവാന്റെ നിശ്വാസങ്ങളാണ്. ഭഗവാൻ തന്നെ അറിവായതാണ് വേദം. അപ്പൊ ഭഗവാനെ അറിയുവാനുള്ള വേദമാണ്, ഭഗവാൻ തന്നെ നൽകുന്ന ഉപദേശമാണ് ഈ വേദം. അപ്പൊ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, സർവ വേദാഹ സർവവിദ്യാഹ സർവശാസ്ത്രാഹ സർവയജ്ഞാഹ സർവയജ്ഞാത് കൃഷ്ണഃ എന്ന്. സർവവേദങ്ങളും സർവവിദ്യകളും സർവ യജ്ഞങ്ങളും യാഗങ്ങളും പൂജകളും എല്ലാം തന്നെ കൃഷ്ണനാകുന്നു. ഇവിടെ ഈ ആരാണോ ഈ ബ്രഹ്മത്തെ അറിയുന്നത് അവരുടെ യജ്ഞം പൂർത്തീകരിക്കപ്പെടും എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് വേദം. പിന്നെ മറ്റൊരർത്ഥം പറയുന്നുണ്ട്, വേദ ഇതിവാ വേദഃ. വേദം നമ്മളെ അറിയാൻ സാധിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് അറിവുണ്ടാകുന്നത്. അങ്ങനെയും ഒരർത്ഥം പറയുന്നുണ്ട്. ഇനി അടുത്തത് വേദവിത്ത്. യഥാവിധ വേദം ഇത് വേദാർത്ഥം. വേത്തി എന്ന് വെച്ചാൽ ഇവിടെ യഥാവിധ ഉള്ളതുപോലെ. അപ്പം വേദത്തിന്റെ അർത്ഥത്തോടെ അറിയുന്നു. ആരാണോ അറിയുന്നവൻ അവനാണ് വേദവിത്ത്. പുരുഷോത്തമ യോഗത്തില് ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകം പറയുന്നുണ്ട്, വേദാന്തകൃത വേദവിദേവചാഹം. ഞാൻ തന്നെ വേദാന്തങ്ങളെ നിർമ്മിച്ചവനും ഞാൻ തന്നെയാണ് വേദവിത്തും. അപ്പൊ വേദത്തെ അറിയുന്നവനും ഭഗവാൻ എല്ലാം അറിയുന്ന സർവജ്ഞനാണ്. ആ ഭഗവാൻ തന്നെയാണ് സർവജ്ഞനായിട്ട് ഗുരുവായിട്ടും നമ്മെ ഉപദേശിക്കുന്നതെന്ന് സാരം. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായിത്തീരുന്നു,
ജ്ഞാനികൾ ഭഗവത് സ്വരൂപികളാണ്. ജ്ഞാനികളും ഞാനും തമ്മിൽ വ്യത്യാസമില്ല. അതാണ് തത്വമസി മഹാവാക്യം ആചാര്യരൂപത്തിൽ ശിഷ്യന്മാർക്ക് വേദത്തിലൂടെ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന് നാമം വേദവിത്ത്. ഇനി അടുത്തത് അവ്യാംഗ. അവ്യാംഗ എന്ന് വെച്ചാൽ വിങ്കൻ എന്ന് വെച്ചാൽ വികലാംഗൻ. അപ്പം വിഗതമായ അംഗത്തോടു കൂടിയവൻ, അതായത് അവയവം ഇല്ലാത്തവൻ. ഇപ്പം എന്തൊക്കെ ഡിസബിലിറ്റി ഉള്ള ആള് അവരെയാണ് വെങ്കൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഭഗവാന് അവ്യംഗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാതൊരു ഡിസബിലിറ്റിയും ഭഗവാന് ഇല്ല, പരിപൂർണനാണ് ഭഗവാൻ. ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു, ജ്ഞാനദിഹി പരിപൂർണഃ അവികല ഉച്യതേ. ജ്ഞാനാദിഹി പരിപൂർണഃ അവികല ഉച്യതേ. ജ്ഞാനമെന്ന് പറയുമ്പോൾ ഇവിടെ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീയ്, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ലക്ഷണങ്ങൾ ഉള്ളവർ ആരാണോ അവരെ ഭഗവാൻ എന്ന് പറയും, പൂർണ്ണമായിരിക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാന് നാമം അവ്യംഗ. ഇനി അവികലഹ എന്ന് പറഞ്ഞതിൽ കലകളെല്ലാം പൂർണ്ണമായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഭഗവാൻ അവ്യംഗ. അടുത്തത് വേദാംഗ. ഇത് സഹസ്രനാമത്തിൽ 130ാമത്തെ നാമമാണ്, വേദാംഗ. പ്രശസ്തമായ വേദങ്ങളുടെ അംഗങ്ങൾ. ഇവിടെ വേദാംഗങ്ങൾ എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതല്ല ഇവിടെ. അത് ആ വേദങ്ങൾ എന്ന് പറയുന്നത് ശിഷ്യാകൽപ്പം, വ്യാകരണം, നിരുദ്ധം, ജ്യോതിഷം, ഛന്ദസ്, അങ്ങനെ 6 അംഗങ്ങളോടുകൂടി വേദം പഠിക്കുമ്പോഴാണ് വേദപഠനം പൂർണ്ണമാകുന്നത്. അതിന് വേദാംഗം എന്ന് പറയും. പക്ഷെ ഇവിടെ ആ അർത്ഥമല്ല. ഇവിടെ പറയുന്നത് വേദം ആരുടെ അംഗമായിരിക്കുന്നുവോ അവൻ വേദാംഗൻ. അപ്പം വേദങ്ങൾ അംഗമായി ഭവിച്ചിരിക്കുന്നത് ആരുടെ ഇതാണോ അവരെയാണ് വേദാംഗ എന്ന് പറയുന്നത്. അപ്പം ആചാര്യ ഭഗവത്പാദർ പറയുന്നുണ്ട്, വേദാഹ അംഗഭൂതാഹ യസ്യ സഹ വേദാംഗ. ഭഗവാനെ അറിയണമെങ്കിൽ വേദങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ. നമ്മുടെ കാതുകളോ കണ്ണുകളോ കൈകളോ അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് പോരാ. പ്രത്യക്ഷമോ അനുമാനത്തിലൂടെയോ ഒന്നും ഭഗവാനെ അറിയുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഈശ്വരനെ അറിയുവാനുള്ള പ്രമാണമാണ് ശബ്ദമെന്ന അറിയുന്ന വേദം. ആ വേദങ്ങളിലൂടെ ഭഗവാനെ അറിയാൻ സാധിക്കും. ഇവിടെ അംഗം എന്നത് അവയവം എന്നാണ്. അങ്കി എന്നാൽ അവയവത്തിൻ്റെ ഉടമസ്ഥൻ. അംഗസ്യ സി ഇതി അങ്കി. അപ്പൊ ഉദാഹരണത്തിന് ആനയുടെ തുമ്പിക്കൈ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ആനയാണെന്ന്.
വരയ്ക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ വേദത്തിലൂടെ നമ്മൾക്ക് ഈശ്വരൻ്റെ ഏകദേശ രൂപം മനസ്സിലാക്കാൻ കഴിയും. മുഴുവനായിട്ട് സാധ്യമല്ല, ഇന്നതാണെന്ന് പറയാൻ വേദങ്ങൾക്ക് പോലും സാധ്യമല്ല. എന്നാൽ ഏകദേശ ഒരു ധാരണ ഈ വേദത്തിൽ കൂടി നമുക്ക് ലഭിക്കും. അപ്പം ഈ വേദത്തെ പിടിച്ച് കൊണ്ട് നമുക്ക് ആ അങ്കിയെ പ്രാപിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാനെ വേദാംഗഃ എന്ന് നാമം. ഇനി അടുത്തത് വേദവിത്ത്. ഇത് ആവർത്തനം വന്നതാണ് ഈ നാമം. വേദങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുന്നവൻ വേദവിത്ത്. ഭഗവാൻ സ്വയം വേദമാണ്, വേദകൃത്താണ്, വേദവിത്താണ്. അപ്പൊ വേദങ്ങളെ വിചാരം ചെയ്ത മഹാത്മാക്കളാണ് വേദവ്യാസ മഹർഷി. അതിനെയാണ് മഹർഷി നാലായി പകുത്ത് ഗ്രന്ഥരൂപത്തിൽ ആദ്യമായി എഴുതി വയ്ക്കുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ ആദ്യമായി എഴുതിയ ഗ്രന്ഥമാണ് വേദവ്യാസൻ. അപ്പം വേദങ്ങളെ പരിശോധിക്കുകയും വേദങ്ങളെ അറിയുന്നവൻ വേദവിത്ത്. ഇനി അടുത്തത് കവിഹി. കവിഹി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശി. എന്നാൽ ആക്രാന്തദർശി എന്നാണ് അർത്ഥം. അപ്പം അതിനപ്പുറത്തേക്ക് കടന്നു കാണുന്നവർ. നമ്മൾ പ്രത്യക്ഷമായതിനെ കണ്ട് അതുമാത്രം വിശ്വസിച്ച് പോരുന്ന അതല്ല ഇവിടെ. അപ്പം ഈ പ്രത്യക്ഷത്തെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ജനങ്ങളാണ് കൂടുതൽ പേര്. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം സൂചന കിട്ടുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് അവർ കടന്ന് കാണുവാൻ അവർക്ക് കഴിവുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് കവി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തെ കാണുമ്പോൾ അതിൽ നിന്ന് അനുമാന സാമർഥ്യം കൊണ്ട് അതിൻ്റെ ഭാവിയെ പ്രവചിക്കുവാൻ കവിക്ക് സാധിക്കുന്നു. അപ്പം വേദത്തിലുള്ള ഋഷിമാരെല്ലാം ത്രികാലജ്ഞാനികളായ കവികളാണ്. ഇവിടെ ഋഷി എന്നാൽ സത്യാന്വേഷകരാണ്. പരമമായ സത്യത്തെ അന്വേഷണം ചെയ്യുന്നവരാണ്. അപ്പൊ ഭഗവാൻ സർവദൃക്കാണെന്ന് സാരം. അതുകൊണ്ട് ഭഗവാന് നാമം കവിഹി.